ഈ ഒരു ചക്കയപ്പത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചക്കക്കാലമാണ്. ചക്കയ്ക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. അപ്പോൾ പല കുട്ടികൾക്കും ചക്കപ്പഴം മാത്രമായിട്ട് ഇഷ്ടമാവില്ല. അങ്ങനെയുള്ളവർക്കും ചക്കയട ഇഷ്ടമുള്ളവർക്കും ഒരു സ്പെഷ്യൽ രീതിയിലാണ് നമ്മളുടെ ഇന്നത്തെ ചക്കയട തയ്യാറാക്കുന്നത്. അതിനായി 150 ഗ്രാം പച്ചരി 2 മണിക്കൂർ കുതിർത്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 50 ഗ്രാം ശർക്കര, ഒരു നുള്ളുപ്പ്. മധുരം എല്ലാം ഇടുമ്പോഴേ നമ്മളെപ്പോഴും ഒരു നുള്ളുപ്പും കൂടി ഇടുവാണെങ്കിൽ നല്ല മധുരം എടുത്തറിയാൻ വേണ്ടിയാണ് ഉപ്പിടുന്നത്. പിന്നെ 20 ഗ്രാം നാളികേരം, 150 ഗ്രാം ചക്കപ്പഴം. ഇത്രയുമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ. ഇനി അല്പം ലാസ്റ്റ് എല്ലാം കൂടി അരച്ചതിന് ശേഷം, ചക്കയ്ക്ക് ചുക്ക് എന്ന് പറയാറുണ്ട് അല്ലേ, ചക്ക ചേർക്കുന്നതിനെല്ലാം ഒരു അല്പം ചുക്കും കൂടി ഈ പലഹാരങ്ങൾക്ക് ചേർത്താൽ നല്ല രുചി കൂടുതൽ, നന്നായി രുചി കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഈ ചേരുവകളെല്ലാം ആദ്യം അരിയും ശർക്കരയും ഉപ്പും കൂടി ചേർത്ത് ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട കേട്ടോ. ശർക്കര ആദ്യം അരി വേണം അരയ്ക്കാൻ. അരി അരഞ്ഞതിന് ശേഷം മാത്രമേ ശർക്കര ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അരി നന്നായി അരയില്ല. അതുകൊണ്ട് ആദ്യം ഉപ്പും അരിയും കൂടി ചേർത്ത് ഒന്ന് അരയ്ക്കാം. ഇതിൽ ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. ആ ചക്കയും ശർക്കരയും ഒക്കെ ചേരുമ്പോൾ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ജലാംശം നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ചക്ക അട തയ്യാറാക്കുന്നതിനായി ആദ്യം നമുക്ക് ഉപ്പും അരിയും അരയ്ക്കുക. അരിയും ശർക്കരയും കൂടി അരച്ചതാണ്. ഇനി നമുക്ക് ആ ചക്കയും കൂടി ഒന്ന് അരച്ചെടുക്കാം. ചക്ക എന്താണ്ടോ വെള്ളമില്ലാതെ ഈ ഒരു പാകത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടി ചേർക്കാം. അതിനുശേഷം ഈ മാവിലേക്ക് എല്ലാ ചേരുവകളും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അട, ചക്ക, അപ്പം എന്നൊക്കെയാണ് നാടിനനുസരിച്ച് ഇതിന് പേരിൻ്റെ മാറ്റം. ഞങ്ങളിതിൻ്റെ സാധാരണ പറയുന്ന പേര് ചക്കയപ്പം എന്നാണ്. അത് വേവിക്കുന്നതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ മാവ് ഓരോ ഇലകളിലായി പൊതിഞ്ഞ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു പാകത്തിലാണ് മാവിരിക്കുന്നത്. ഒരുപാട് വെള്ളമല്ല, എന്നാൽ വേവുന്നതിനനുസരിച്ചിട്ടുള്ള വെള്ളം. ചക്കയെല്ലാം അരയ്ക്കുമ്പോൾ നമുക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ലഭിക്കും. ഇനിതാ ഈ മാവ് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇനിതാ കുറച്ച് മാവെടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ. വട്ടയിലയിലാണ് ഇത് വെക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നല്ല ടേസ്റ്റാണ്. ശരിക്കും ഇത് വെന്ത് കഴിഞ്ഞാൽ ഒരു പിയേഴ്സ് സോപ്പ് ഇരിക്കണ പോലെ തോന്നും. ഇനി ഇത് ഇങ്ങോട്ടേക്ക് ഒരു മടക്കുക. പിന്നെ വീണ്ടും എന്താ ഇങ്ങോട്ടേക്ക്. അതിനുശേഷം എന്താ കണ്ട. ഇനി നമുക്ക് ആവിയിലേക്ക് വയ്ക്കാം. അതുപോലെ എല്ലാ മാവും നമുക്ക് ഇലയിൽ പൊതിഞ്ഞ് വയ്ക്കാം. അപ്പങ്ങളെല്ലാം ഇലയിൽ പൊതിഞ്ഞ് വെച്ചു. ഇനി ഒരു 15-20 മിനിറ്റ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. വെയിറ്റ് ഇടണ്ട. നന്നായി സ്റ്റീം വന്നതിന് ശേഷം സിമ്മാക്കി വെച്ചാൽ മതി. 20 മിനിറ്റ് നമ്മൾ ആവി കയറ്റി കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂറിന് ശേഷം നമ്മൾ കുക്കർ തുറന്നു കഴിഞ്ഞു. ഇതാണ്ടാവും ഈ ഒരു പാകത്തിലിരിക്കണം ഇല. അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് നന്നായി വെന്തു എന്ന്.